നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ അദ്വാ വലാ തീറത വലാ ഹാമത വലാ സഫറ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്ന ഹദീസ് അല്ലയോ. ലാ അദ്വാ, പകർച്ചവ്യാധികൾ സ്വയം പകരുമെന്ന് കരുതല്ലേ മുസ്ലിമേ. അങ്ങനെ പകർച്ചവ്യാധികൾ സ്വയം പകരുകയില്ല അല്ലാഹുവിന്റെ കഴിവ് കൊണ്ടല്ലാതെ. അതാണ് ഞാൻ ആദ്യം ഊന്നി വെച്ചത്. നമുക്കെന്ത് വേണം? ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ, ഈമാൻ കാര്യങ്ങളിൽ പരിപൂർണ വിശ്വാസം വേണം. ഒരണുമണി തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. ഈമാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഒന്നാമത്തേതാ അള്ളാഹുവിൽ വിശ്വസിക്കുക. 2 മലായിക്കത്ത്. 3 പറയുങ്ങളെന്താനൊക്കെ ഇല്ലാത്ത മുത്തലിങ്ങൾ കിതാബുകൾ വിശ്വസിക്കുക. 4 പ്രവാചകന്മാർ വിശ്വസിക്കുക. 5 ഇല്ലെന്ന് ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. 6 നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. കണ്ട അല്ലാതെ സഫർ മാസം കൊള്ളൂല എന്ന് പറഞ്ഞ് മാറിയിരിക്കലല്ല. നന്മയും തിന്മയും വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറും ശർറും ആരിൽ നിന്നാ വരിക? അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അതാണ് 6ാമത്തത്. ഇത് ഇന്നത്തെ ഖൗമിന് പലർക്കും നഷ്ടപ്പെട്ടു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തിനും ഏതിനും 24 മണിക്കൂറും നോക്കുക. ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കിക്കുക, കണിയന്മാരെ കൊണ്ട് നോക്കുക, അങ്ങോട്ട് പോകണോ നോക്കുക, ഇങ്ങോട്ട് നോക്കുക. എല്ലാത്തിനും ഒരു കാര്യം നടത്താൻ വേണ്ടി 24 മണിക്കൂർ ഇങ്ങനെ നോക്കി നടക്കുക. വലിയ അപകടം ചെയ്തു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ അദ്വാ വലാ തീറത വലാ ഹാമത വലാ സഫറ. ലാ അദ്വാ, പകർച്ചവ്യാധികൾ സ്വയം പകരുകയില്ല അല്ലാഹുവിന്റെ തഖ്ദീറില്ലാതെ. മുസ്ലിമേ, നിനക്കൊരു പ്രയാസവും വന്നു ചേരുകയില്ല. വലാ തീറത, പക്ഷിയെ നോക്കിക്കൊണ്ട്, ദുർലക്ഷണം കണക്കാക്കിക്കൊണ്ട്, ശകനം നോക്കിക്കൊണ്ട് നടക്കുന്ന പണി ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. മൃഗങ്ങളെ കൊണ്ട് ലക്ഷണം നോക്കുക. ചില ആളുകളുടെ പ്രാവുമായിട്ട് നടക്കുക. ആ പ്രാവിങ് കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു കാർഡ് എടുക്കും, എന്നിട്ട് ഭാഗ്യലക്ഷണം നോക്കുക. അതിനകത്ത് ഏതാണോ പടം വരുന്നത് അയാളെ വെച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യും? കാര്യങ്ങൾ പറയും. ചിലര് പക്ഷി ഇങ്ങനെ പറത്തും. അറബികളുടെ ഒരു ശൈലിയായിരുന്നു. പക്ഷികൾ ഇങ്ങനെ പറക്കുന്ന പക്ഷിയെ കണ്ടുകൊണ്ടും അവർ തശാഉമ നടത്തും, ദുർലക്ഷണം നടത്തും, നല്ല ലക്ഷണം നോക്കും. പക്ഷി വലത്തോട്ടാണോ പറക്കുന്നത് എന്നാ യാത്ര റാഹത്താണ്. പക്ഷി ഇടത്തോട്ടാണോ പറക്കുന്നത് എന്നാ ഇപ്പൊ യാത്ര പോകണ്ട. ബാഗും കുടയായിട്ടൊക്കെ ഇറങ്ങിയത് ഹാജിയാര് പരിചയം തിരിച്ച് വീട്ടിലോട്ട് കയറും. മൂങ്ങയുടെ കരച്ചിൽ കേൾക്കുമ്പോ ചിലർക്ക് വിഷയം. മൂങ്ങ അതിന്റെ കരച്ചിൽ കേൾക്കുമ്പോ അല്ലാഹുവേ പടച്ചവനെ, ഇന്നത്തെ ദിവസം പോയി. ഇതൊക്കെ മുമ്പുണ്ടായിരുന്നതാണ്. അതൊക്കെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു കളയാൻ. ഇത്തരത്തിലുള്ളതാകുന്ന ശകുനം നോക്കുന്ന പരിപാടി, പക്ഷികളെ കൊണ്ട്, ജീവങ്ങളെ കൊണ്ട്, ജീവികളെ കൊണ്ട് ശകുനം നോക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. പൂച്ച ഇങ്ങനെ, കറുത്ത പൂച്ച വട്ടം ചാടി, വണ്ടി ഓടിച്ച് പകുതി എത്തിയത് ആചാര്യ കൊണ്ടൊരു വട്ടം ചാടി. പടച്ച റബ്ബേ, നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. പെണ്ണുങ്ങളോട് പറയാണ്. പെണ്ണുങ്ങൾ അതിനേക്കാൾ വലിയ പേടി. ഞാനും പറയാനിരുന്ന ഇനി വണ്ടി തിരിച്ചേക്കാന്ന് പറഞ്ഞു. അപകടം ഉണ്ടായി. നോക്കുമ്പോ അപ്പുറത്ത് ഫ്രണ്ടിൽ ഒരു അപകടവും കൂടി കണ്ട ഉറപ്പിച്ച്. ഇതൊന്നും ഇസ്ലാമിലില്ല കേട്ടോ. ഇസ്ലാമിലെ അടിസ്ഥാനം ഇല്ല. ഇങ്ങനെ ചില ശകുനം നോക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നും കൂടിയിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, വിശ്വാസം ഇപ്പോഴും രൂഢമൂലമാകാത്ത ആളുകളുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉണ്ട്. അല്ലാഹുവിലും റസൂലിലും കിതാബുകളിലും പ്രവാചകന്മാരിൽ മാത്രമല്ല, അന്ത്യദിനത്തിലും വിശ്വാസം വേണം. നന്മ തിന്മകൾ അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്, പടച്ചറപ്പിന്റെ തീരുമാനപ്രകാരമാണ് എന്നുള്ള വിശ്വാസം വേണം. ഇല്ലെങ്കിൽ പോയി. അലി റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് മഹാനാകുന്ന അദി റളിയല്ലാഹു അൻഹു വരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അദി റളിയല്ലാഹു അൻഹുവിനോട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അദി റളിയല്ലാഹു അൻഹു അലിയാർ തങ്ങളോട് പറയുകയാണ്, എനിക്ക് എന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോയി.
എന്റെ മക്കള് ചെറുപ്പത്തിലെ തന്നെ അവർ മരണപ്പെട്ടു പോയി. അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ഖദർ ഖലായിൽ വിശ്വാസമില്ലേ? ഖുൽ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി രേഖപ്പെടുത്തിയതാകുന്ന വിഷയങ്ങളല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയില്ല എന്ന് അറിയില്ലേ പിന്നെന്തിനാണ് കരയുന്നത് എന്ന് അലി റളിയല്ലാഹു അൻഹു അപ്പം നിർത്തി കരച്ചിൽ. അതെ, അതുവരെ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, എന്റെ മക്കളൊക്കെ മരിച്ചുപോയി, ഭയങ്കര പരീക്ഷണമാണ് പടച്ചറബ് നൽകിയിരിക്കുന്ന. അലി റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു പറഞ്ഞു, നിനക്ക് ഖദർ ഖലായിൽ വിശ്വാസമില്ലേ? സ്വഹാബിയല്ലേ? അന്ത്യദിനത്തെ കുറിച്ച് മാത്രം പോരല്ലോ, പടച്ചറബിൽ നിന്നല്ല എല്ലാ ഖൈറും ഷർറും ഉണ്ടാകുന്നത്. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിൽ ക്ഷമിച്ചാൽ അതിന്റെ കൂലി അല്ലാഹു തരൂലേ? ക്ഷമിക്കുന്നവർക്കല്ലേ കൂലി തരുന്നത്? സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം തരില്ലേ? അതുകൊണ്ട് ക്ഷമിക്കിൻ, വെറുതെ ആവശ്യമില്ലാതെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് മഹാനാകുന്ന സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ആ സെക്കൻഡിൽ അദ്ദേഹം കരച്ചിൽ നിർത്തി. നമുക്കത് വരണം. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അള്ളാഹു എനിക്ക് തന്നല്ലോ, പരീക്ഷണം തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കരയുന്ന ആളുകളുണ്ട്. ചില ഉമ്മമാരും അങ്ങനെയുണ്ട്, ചില ഉപ്പമാരും ഉണ്ട്. ഞാൻ നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് നോക്കുന്ന ആളാണ്, സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിയാണ്, ഹജ്ജ് ചെയ്ത വ്യക്തിയാണ്, ഉംറ ചെയ്തിട്ടുണ്ട്, ഞാൻ ലാ ഹൗല ചൊല്ലും, ഞാൻ അസ്മാഉൽ ഹുസ്ന ഓതും, ഞാൻ വിർദുൽ ലത്തീഫ് ചൊല്ലും, എല്ലാ ദിക്റും ചൊല്ലും, എന്നിട്ടും അള്ളാഹു എനിക്ക് ദാരിദ്ര്യം നൽകിയല്ലോ എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട്. അവർക്ക് അള്ളാഹുവിലുള്ള ഖദർ ഖലായിൽ വിശ്വാസം ഇല്ലാത്തവരാണ്. പടച്ച റബ്ബിന്റെ തീരുമാനം അത് നിന്നെ പ്രയാസപ്പെടുത്തലാണ്. ആ രീതിക്കാണ് നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിൽ നീ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തന്നെ വേണം. അതിൽ പടച്ച റബ്ബ് ക്ഷമിച്ചാൽ നിനക്ക് ഉന്നതമായ സ്ഥാനം തരും, സ്വർഗം തരും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ക്ഷമിക്കുന്നതിലാ കാര്യം. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നെ കണ്ടപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അലാ ഊരിയന്നക മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയാകുന്ന ഒരു പെണ്ണിനെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ, ദർശിപ്പിച്ചു തരട്ടെയോ? അലാ ഊരിയന്നക മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയാകുന്ന ഒരു പെണ്ണിനെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അത് കൊള്ളാമല്ലോ, സ്വർഗത്തിൽ കടക്കുന്ന ഒരു പെണ്ണിനെ ദുനിയാവിൽ വെച്ച് തന്നെ കാണാൻ കിട്ടുകയാണെങ്കിൽ അതാരാ? അവ പറഞ്ഞു, ഹാദിഹിൽ മർഅത്തു സൗദാഉ, ഈ കറുത്ത പെണ്ണാണ്. ഒരു കറുത്ത പെണ്ണ് അതിലേക്കൊണ്ട് പോകുന്നുണ്ട്. ആ പെണ്ണിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ കറുകറുത്ത പെണ്ണാണ്. എന്താ ഈ പെണ്ണ് സ്വർഗത്തിൽ കിടക്കുന്നത്? അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊരിക്കൽ നബി തങ്ങളുടെ അടുക്കൽ കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ ഇന്നി അതസറഉ വതകശഫു യാ റസൂലല്ലാഹ്, എനിക്ക് അപസ്മാരമുണ്ടാകും റസൂലേ. അപസ്മാരത്തിന്റെ രോഗമുണ്ടാകുമ്പോ ജനങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് അങ്ങനെ രോഗമുണ്ടായി നിലത്ത് കടന്ന് ഞാനിങ്ങനെ തിരിഞ്ഞും മറിയുന്ന സമയത്ത് എന്റെ വസ്ത്രം വെളിവാകും, എന്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്. വല്ലാത്ത വിഷമമുള്ള രോഗമാണ് നബിയേ. ഫദ്ഉല്ലാഹ ലീ, തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ ഹബീബേ. എനിക്ക് അപസ്മാര രോഗമുണ്ട്, തങ്ങൾ എനിക്കൊന്ന് ദുആ തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ആ പെണ്ണിനോടായി പറയുകയാണ്, ഇസ്ബിരി, പെണ്ണേ നീ ഒന്ന് ക്ഷമിച്ചാൽ നിനക്ക് അല്ലാഹു ഉന്നതമായ സ്വർഗം നൽകി ആദരിക്കുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നീ ക്ഷമിച്ചാൽ, അപസ്മാര രോഗമുള്ളവരൊക്കെ കേട്ടോ, ഈ ഹദീസ് ശരിക്കും മനസ്സിലായിക്കോ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ആ രോഗത്തിന്റെ മേൽ ക്ഷമിക്കാൻ നിന്നാൽ സ്വർഗം ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപസ്മാര രോഗം. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ക്ഷമിക്കാനൊക്കെ റെഡിയാണ്, എനിക്കതിനൊന്നും വിഷയമില്ല. പക്ഷെ ഞാനിങ്ങനെ നിലത്ത് കിടന്ന് ഉരിയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോ എന്റെ തുണി വെളിവാകും, ഔറത്ത് വെളിവാകുമ്പോ അന്യരായ ആളുകൾ അത് കാണും. ഞാനൊരു പെണ്ണല്ലേ, നോക്കൂ നിങ്ങൾ, ബോധമില്ലാത്ത സമയമാണ് അപസ്മാര രോഗം വരുന്ന സമയം. ആ സമയത്തുള്ളതാകുന്ന വിഷയം അവർക്ക് പ്രയാസമില്ല, തക്ലീഫില്ല അവർക്ക്. ആ സമയത്ത് ഔറത്ത് മറക്കില്ല, അവരുടെ മേൽ സ്വയം പറ്റൂലല്ലോ.
ആ ഒരു അബോധാവസ്ഥയിൽ എന്റെ ഔറത്ത് വെളിവാകുന്നത് എനിക്ക് വല്ലാത്ത വിഷമം. അതുകൊണ്ട് ഉദുഉല്ലാഹി അല്ലാ തകശഫ, ഞാൻ അങ്ങനെ അപസ്മാരം വന്ന് നിലത്ത് വീഴുന്ന സമയത്ത്, ചിലപ്പോൾ ജനമധ്യത്തിൽ ടൗണിലൊക്കെ കച്ചവടത്തിലേക്ക് നിൽക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും സാധനം വാങ്ങാൻ കമ്പോളത്തിൽ പോകുമ്പോഴാണ് നിലത്തോട്ട് വീഴുക. അങ്ങനെ വീണത് ഇങ്ങനെ മറിയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് വായിലെന്ന് ഒരേയും പതയായിട്ടൊക്കെ ഇങ്ങനെ മറിയുന്ന സമയത്ത് എന്റെ വസ്ത്രം വെളിവാകും, ഔറത്ത് വെളിവാകാറുണ്ട്. അതുകൊണ്ട് ആ ഔറത്ത് വെളിവാകുന്ന പരിപാടി അതിന് ഇല്ലാതിരിക്കാൻ തങ്ങളൊന്ന് ദ്വാരക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൈകൾ ഉയർത്തിയിട്ട് ദ്വാരന്നു, അള്ളാഹു ഈ പെണ്ണിന് അപസ്മാര രോഗം വരുമ്പോഴുള്ള ആ പ്രയാസം, വസ്ത്രം നീങ്ങുന്ന ബുദ്ധിമുട്ടുകളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. എന്തിനു വേണ്ടി ദ്വാരുന്നില്ല? രോഗം മാറാൻ ദ്വാരുന്നില്ല. കാരണം ആ പെണ്ണതിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറാ. ക്ഷമിച്ചാൽ എന്ത് കിട്ടുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. എന്ത് കിട്ടുമെന്ന് പറഞ്ഞു? സ്വർഗം കിട്ടുമെന്നും പറഞ്ഞു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം. അവിടെ കിടന്ന് ഒച്ചപ്പാടും പോലെ ഉണ്ടാക്കലല്ല. അതിനുവേണ്ടി നമ്മൾ എല്ലാ ദിവസവും രാവും പകലും ഇങ്ങനെ നോക്കിയിരിക്കുക, ഇതാണോ നല്ലതാണോ, അതാണോ ഇതാണോ, ഇതന്നെ ഇങ്ങനെ നോക്കുക. അത് ഒരു മോശപ്പെട്ട പരിപാടിയാണ്, മുസ്ലിമിന് ചേർന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലാ ഹമ്മതാ, മൂങ്ങ പോലെയുള്ളതാകുന്ന ചെറിയതാകുന്ന പക്ഷികളുടേതാകുന്ന ശബ്ദത്തിന്റെ അനുസരിച്ചുകൊണ്ട് യാത്രയെ ക്രമീകരിക്കുന്ന പരിപാടി ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. മൂങ്ങ പഴയകാലത്ത് അറബികൾ അത് പകല് കണ്ണു കാണൂല, രാത്രിയിലെ കാഴ്ചയുള്ള മൂങ്ങാക്കി അതിന്റെ ശബ്ദങ്ങൾ കേട്ടിട്ട് അതിനനുസരിച്ച് യാത്രയെ ക്രമീകരിക്കുക. അതുപോലെ പല പക്ഷികളും, ചില സ്ഥലത്ത് വേറെ പക്ഷികളെ, ചില പക്ഷികളുടെ ശബ്ദം കേട്ട ചിലത് പറയും ആ ഒരു മരണമുണ്ട് കേട്ടോ, സംഭവം ഇന്നൊരു മരണമുണ്ട്. എവിടെയാണ് മരണം? അപ്പൊ ആ പക്ഷി അങ്ങോട്ട് തെക്കോട്ട് പറഞ്ഞു. അപ്പൊ പറയാം ഇന്ന് തെക്കാണ് മരണം, തെക്കാണ് മരണം. ഇങ്ങനെയുള്ള ഓരോ വിശ്വാസങ്ങൾ ഇന്നും കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അത് വലിയ വിഷയമാണത്. ഇത് നബി തങ്ങൾ അന്ന് എതിർത്തതാ. എപ്പോഴേ? 1400 വർഷം മുമ്പ് പറഞ്ഞതാണിത്. വലാ സഫറ, സഫർ മാസം നഹ്സാണ്, സഫർ മാസം മുഴുവനും കൊള്ളില്ല എന്നുള്ള ചിന്താഗതി നിങ്ങൾ വെച്ച് പുലർത്തരുത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഹദീസാണിത്. വലാ സഫറ, സഫർ മാസം കൊള്ളില്ല എന്നുള്ള നിങ്ങളുടെ ചിന്താഗതി ഉണ്ടല്ലോ, അതെടുത്ത് കളയണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ വിശ്വാസത്തിൽ ആദർശത്തിൽ ഉള്ളതാകുന്ന കടന്നുകയറ്റം, വൈരുദ്ധ്യം, അത് ശ്രദ്ധിക്കണം. വിവാഹത്തിന് പറ്റി ഏറ്റവും നല്ല മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് ഏത് സഫർ മാസം. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ വിവാഹത്തിൽ നടന്നത് സഫർ മാസത്തിൽ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ മാസത്തിൽ ഒരു പരിപാടി ചെയ്യില്ല. ചില അന്ധവിശ്വാസങ്ങൾ അങ്ങനെ പടർത്തുന്നവരുണ്ട്. ഞാൻ ഈ വർഷം ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ലാസ്റ്റ് ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്ക് ഒരു ഉമ്മ എഴുന്നേറ്റ് ഒന്ന് സംശയം ചോദിച്ചത് എന്താണെന്നറിയോ? അതെ, ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ 40 ദിവസത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരിയാണോ? ആളുകളെ തെറ്റിദ്ധാരണയാണ്. ഞാൻ പറ, അങ്ങനെ ഒരു ധാരണ ഇസ്ലാമിലില്ല. ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ ഭാര്യ ഭർത്താവുമായി ബന്ധപ്പെടാൻ പാടില്ല, 4 മാസത്തേക്ക് ഒതുങ്ങിയിരിക്കണം. അതാര് പറഞ്ഞു? യാത്ര കഴിഞ്ഞ് വന്നാൽ ശാരീരികമായി ബന്ധപ്പെടൽ വേണം, സുന്നത്താണെന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. ഇതൊക്കെ കുറെ അന്ധവിശ്വാസങ്ങളാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, 40 ദിവസത്തേക്ക് ഇനി അവര് വീട്ടിൽ തന്നെ അടയിരിക്കണം, അങ്ങോട്ടും പുറത്തിറങ്ങരുത്. ഇതൊക്കെ ആര് പഠിപ്പിച്ച? അതാ ഞാൻ പറഞ്ഞത്. ഇസ്ലാമിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഈ ഉമ്മത്ത് ഇങ്ങനെ കടത്തി കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാബാലയത്തിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ഒരാൾ പരസ്യമായി പരിശുദ്ധമായി ഇസ്ലാമിനെതിരെ അതിശക്തിയുക്തം വർത്തമാനം പറഞ്ഞു. പഴയ കാലഘട്ടം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് അവസാനം അയാൾ പറഞ്ഞു, ഈ കാബയ്ക്കൊന്നും ഒരു പുണ്യവും ഇല്ല, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് നായില എന്ന് പേരുള്ളതാകുന്ന ആ നാട്ടിലെ അതിസുന്ദരിയാകുന്ന വേശ്യാവൃത്തി നടത്തുന്ന ഒരു പെണ്ണുമായി കാബയ്ക്കുള്ളിലേക്ക് കടന്നു. കാബയ്ക്കുള്ളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയിറക്കി. രണ്ടുപേരും ശിലകളായി, കല്ലുകളായിട്ട് മാറി. അവരെ മനസ്സിലാക്കട്ടെ, കാബയ്ക്കുള്ളിൽ യാതൊരുവിധ ഗുണവുമില്ല എന്ന് തിരിച്ചറിയട്ടെ എന്ന് കരുതിയിട്ട് മുൻഗാമികളാകുന്ന ആളുകൾ കാബയുടെ പരിസരത്ത് തന്നെ, കാബയുടെ തെക്ക് കിഴക്കേ മൂലയിൽ തന്നെ ഇതിനെ വെച്ചു. ഈ ശിലകൾ മനുഷ്യരൂപത്തിൽ തന്നെ, മനുഷ്യന്റെ അതേ രൂപത്തിലും കോലത്തിലുള്ള ഈ കല്ലുകളെ കാബയുടെ പരിസരത്ത് വെച്ചു. എന്തിനാ വെച്ചതെന്തിനാ? ആളുകൾ തിരിച്ചറിയട്ടെ, കാബയ്ക്കുള്ളിൽ ഒരു ഗുണവുമില്ല, ഈ കാബ എന്ന് പറയുന്നത് വെറുതെയാണ്, പൊള്ളയാണെന്ന് പറഞ്ഞ് വാദിച്ചതാകുന്ന മനുഷ്യൻ കാബയ്ക്കുള്ളിലേക്ക് വേശ്യാപ്പെണ്ണുമായി വേശ്യാവൃത്തിക്ക് വേണ്ടി കടന്നപ്പോഴുണ്ടായ അള്ളാഹുവിന്റെ ശിക്ഷയാണ് രണ്ടുപേരെയും ശിലകളാക്കി മാറ്റിയത്.
അവരെയാണ് ഈ പുറത്തു വെച്ചിരിക്കുന്നത്. എല്ലാവരും വന്ന് കാണാൻ തുടങ്ങി. 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, 3-ാമത്തെ കൊല്ലം ആളുകൾ വന്ന് തൊട്ടുമുത്താൻ തുടങ്ങി. ഹജറുൽ അസ്വദ് ആഹത്ത്. ആരെ? ഈ പെണ്ണുങ്ങളെ ഈ ആണിനെ. യഥാർത്ഥത്തിൽ ഇതെന്തിനാ വെച്ചിരിക്കുന്നത്? ഇവരെ പാഠം ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഈ ഉമ്മത്തിന്റെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവസാനം എന്ത് ചെയ്തു? ഇത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് സഫാ മലയുടെ പരിസരത്ത് വലിയതാകുന്ന, ഇന്നിപ്പോ ഗ്ലാസ് ഇട്ടിട്ട് തിരിച്ചിട്ടുണ്ട് ആ സഫാ മല, അവിടെ കൊണ്ടുവന്ന് മുള്ളുവേലി വെച്ചിട്ട് അതിനപ്പുറത്ത് വെച്ചു. കാരണം ഇത് ആളുകൾ ഇവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതിന് അവിടെ എഴുതിയും വെച്ച് ഇത് മുമ്പ് കാബയ്ക്കുള്ളിൽ വന്നുകൊണ്ട് വേശ്യാവൃത്തി നടത്തിയതാകുന്ന ആളുകൾ, അതിനുള്ളിൽ പരിശ്രമിച്ച ആളുകളെ അള്ളാഹു കാണിച്ചതാകുന്ന അദാബാണെന്ന് പറഞ്ഞു വെച്ചു. അപ്പോഴും ആളുകൾ അതിന്റെ പരിസരത്ത് വന്നിട്ട് സുജൂദ് ചെയ്യാൻ തുടങ്ങി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവസാനം അത് പൊട്ടിച്ചിട്ട് ധൂളികളാക്കിയിട്ട് വലിച്ചെറിഞ്ഞു എന്നാണ്. പൊട്ടിച്ചു കളഞ്ഞ്. അല്ല രക്ഷയില്ല. കാരണം എന്താ? ഓരോ വർഷം കഴിയുന്നവരും ഓരോ പല കൗമാണ്, പല അന്ധവിശ്വാസങ്ങൾ പരത്തിക്കൊണ്ട് വരും. ഇത് മനുഷ്യന്റെ ഈമാനിനെ എപ്പോഴും ചാഞ്ചല്യപ്പെടുത്തും. അതുകൊണ്ടാണല്ലോ ഇമാമിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ മക്കാമുകളിൽ എത്തുമ്പോ ഖബർ ചുംബിക്കൽ സുന്നത്താണ്. ഖബർ ചുംബിക്കൽ നല്ലതാണ്. ഏത് നല്ല മഹത്തുക്കളാകുന്ന സാലിഹീങ്ങളാകുന്ന ആളുകളെ അവരുടെ മഖബറകളിൽ എത്തിയാൽ ചുംബിക്കൽ നല്ലതാണ്. പക്ഷെ ആ ചുംബനം എന്തായി മാറരുത്? നെറ്റിത്തടം വെച്ചുകൊണ്ട് സുജൂദായി മാറരുത്. വളരെ ശ്രദ്ധിക്കണം. ഞാൻ സാധാരണക്കാർ നല്ലതുപോലെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. കാരണം ഒരു ആലിമായ ഒരു വ്യക്തി വന്നുകൊണ്ട് ചുംബിക്കുന്നത് കാണുന്നു. നമ്മൾ ചിലപ്പോൾ പുറകിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ നോട്ടം എങ്ങനെയാ മനസ്സിലാകുക? ആ ഉസ്താദ് അവിടെ പോയിട്ട് നല്ല റാഹത്തായിട്ട് സുജൂദ് ചെയ്തു. അപ്പൊ നമ്മൾ പോയിട്ട് നല്ല റാഹത്തായിട്ട് ഒന്നുകൂടി സുജൂദ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് എന്ത് പാടില്ല? സുജൂദ് ചെയ്യാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. സുജൂദ് പാടില്ല, ഒരിക്കലും പാടില്ല. ഒരു മക്കാമിൽ ഒരു വ്യക്തിക്കും സുജൂദ് പാടില്ല. അതുകൊണ്ട് തന്നെ ചുംബനമാണ് പറ്റുന്നത്. ചുംബനം ചുണ്ടുകൊണ്ടാണ് ചുംബനം, എന്തുകൊണ്ടല്ല? നെറ്റി കൊണ്ടല്ല. അപ്പൊ നെറ്റിയും മൂക്കൊക്കെ വെച്ചിട്ട് പലരും ഖബറിന്റെ പരിസരത്ത് നിന്ന് സുജൂദ് ചെയ്യും. നമ്മൾ പല രാജ്യങ്ങളിൽ പോകുന്നവരാണല്ലോ. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തു പോയാൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ധാരാളമാണ്. ഈ അറിവില്ലാത്ത ആളുകൾ ചെയ്യുന്നതാകുന്ന വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വിദേഹത്തിന്റെ ആളുകൾ പറയുക, സുന്നികളെ നോക്ക്, അവര് കുബൂരികളാണ്, ഖബർ മേൽക്കണ്ടിൽ കടന്നു മറിയുന്നതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ കാരണം അതാണ്. യഥാർത്ഥത്തിൽ ഖബർ ചുംബിക്കൽ അനുവദനീയമാണ്. എന്ത് പാടില്ല? സുജൂദ് ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ചെന്നിട്ട് ഖബറിന്റെ സവിധത്തിലെത്തിയിട്ട് നമ്മൾ അങ്ങനെ ചുംബിക്കുമ്പോ പുറകിൽ ഒരാൾ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു 10 പേര് നിൽപ്പുണ്ട്. അവർ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് സുജൂദാണ് എന്ന് തെറ്റിദ്ധരിക്കുമെന്ന് കണ്ടാൽ തൽക്കാലം ആ ചുംബനം ഒഴിവാക്കല നല്ലത്. കാരണം എന്താ? നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പുറയുന്നുണ്ട് അത് പറയാൻ പറ്റുമോ? ഞാനിപ്പോ ഒരു ഉമ്മ എടുത്തതാ കേട്ടോ, അല്ലാതെ എന്ത് ചെയ്തതല്ല, സുജൂദ് ചെയ്തതല്ല എന്നൊന്നും അവിടെ പറഞ്ഞെടുക്കലും പറ്റൂല. നമ്മളെ കാണുന്ന ജാഹിലീങ്ങൾ പാവങ്ങളുണ്ട്, അവര് നമ്മൾ കണ്ണുന്നത് ചീതം കാത്തിരിക്കാൻ. അപ്പൊ അങ്ങനെ സംശയം ഉദിപ്പിക്കുന്ന ഒരു സ്ഥലത്തെത്തിയാൽ തൽക്കാലം ആ ചുംബനം ഒഴിവാക്കല നല്ലത് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കഅബയുടെ പരിസരത്ത് ചുണ്ടുകൊണ്ട് ചുംബിക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള കല്ലുണ്ടേത്? പരിശുദ്ധമായ ഹജറുൽ അസ്വദ്. കൈകൊണ്ട് തടവി ചുംബിക്കേണ്ട കല്ലുണ്ട്, പരിശുദ്ധമായ ഹജറുൽ അസ്വദ്. റുക്കുനിൽ യമാനി കൈകൊണ്ട് തടവിയിട്ട് ചുംബിക്കേണ്ടതാകുന്ന കല്ലാണ്. ഇങ്ങനെ ഓരോന്നും അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കുന്നു. നമ്മുടെ ഈമാനിനെ കാർന്ന് തിന്നതാകുന്ന പ്രവർത്തനങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. അതിൽ ആദർശത്തിൽ വൈരുദ്ധ്യത വരാൻ പാടില്ല. കൃത്യമായി പഠിക്കണം. അതവിടെ നേരത്തെ മുസൽ വൈസി ഉസ്താദ് പറഞ്ഞതാണ്. ഏതാണ് സുന്നത്ത് ജമാഅത്ത്, എന്താണ് സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമുള്ളത് എന്നുള്ളത് നമ്മൾ നല്ലതുപോലെ പഠിച്ചേ പറ്റൂ. ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട്, എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടിട്ട് ഒരിക്കലും ദീനിൽ അത് തെളിവാവൂല. തെളിവുകൾ കറക്റ്റായി നമ്മൾ പഠിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ സഫർ മാസത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പടർത്താൻ പാടില്ല. അത് നല്ല മാസമാണ്. പിന്നെന്താണ് ഈ മാസത്തിന് ചില ആളുകൾ അപശകുനമായി പറയുന്നത്? തീയില്ലാതെ പുക വരില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. സഫർ മാസത്തിലെ ഒടുക്ക ബുധനാണ് നെഹസ്, കടുത്ത നെഹസായിട്ട് ഇമാമികളെ രേഖപ്പെടുത്തുന്നു. 3,00,000-ലധികം 3,20,000-ഓളം പ്രയാസങ്ങൾ, ബലാഹുകൾ ആ ഒരു ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്.
ഈ മാസങ്ങളിൽ കിതാബ് രചിക്കാൻ തുടങ്ങുകയും പൂർത്തീകരിക്കുകയും ചെയ്തതാകുന്ന മഹത്തുക്കൾ വരെയുണ്ട്. ഈ മാസത്തിന്റെ നെഹസിനെ ഇത്രയേറെ പറഞ്ഞപ്പോൾ, അപശകുനമായി മാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചുകൊണ്ട് ഗ്രന്ഥം എഴുതി പൂർത്തീകരിച്ച വ്യക്തിയാണ് മഹാനാകുന്ന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ലോകപ്രസിദ്ധമാകുന്ന തുഹ്ഫത്തുൽ മുഹ്താദി എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയവരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിമീങ്ങളായ നമ്മൾ ആശങ്കപ്പെട്ട് ജീവിക്കരുത്. എപ്പോഴും ഒരു ഭയപ്പാടിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകരുത്. നല്ല ദിവസങ്ങളും നല്ല സമയങ്ങളും ഉണ്ട്. വെള്ളിയാഴ്ച ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, ആഴ്ചകളിൽ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ദിവസമാണ് ജുമുഅ ദിവസമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ദിവസത്തിന് അതിന്റെ മഹത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ സലാത്ത്, അന്നത്തെ ദിവസത്തെ സലാത്ത് എന്നിലേക്ക് നേരിട്ട് എത്തിക്കും നിങ്ങളുടെ സലാത്ത് സലാം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വെള്ളിയാഴ്ച ദിവസം അൽകഹഫ് പോകുന്നതിന് മഹത്വമുണ്ട്. വെള്ളിയാഴ്ച രാവിലെ മഹത്വമുണ്ട്. വ്യാഴാഴ്ചയുടെ സുന്നത്തുമിന് ശ്രേഷ്ഠതയുണ്ട്. തിങ്കളാഴ്ച നബിതങ്ങൾ ജനിച്ച ദിവസം കൂടി ആയതുകൊണ്ട് വ്യാഴത്തെക്കാൾ ഏറ്റവും കൂടുതൽ തിങ്കളിലാണ് സുന്നത്ത് നോമ്പിന് മഹത്വമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ദിവസങ്ങൾക്ക് അങ്ങനെ എങ്ങനെ മഹത്വങ്ങളുണ്ട്, പോരിശയുണ്ട്. യാത്രയ്ക്ക് ഏറ്റവും നല്ല അനുയോജ്യമായ ദിവസങ്ങൾ പറയുന്നുണ്ട്. യാത്ര പോകാൻ ഏറ്റവും നല്ല സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്തത് എല്ലാ ദിവസവും പ്രഭാതത്തിലാണ്. പ്രഭാത സമയത്ത് വ്യാഴാഴ്ച ദിവസം, തിങ്കളാഴ്ച ദിവസം, അതിന്റെ പ്രഭാത സമയങ്ങളിൽ യാത്ര തുടങ്ങുക. ജുമുഅ ദിവസം നിങ്ങൾ യാത്ര തുടങ്ങുന്നത് പ്രഭാതത്തിലാണ്. അന്നത്തെ ജുമുഅ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ആ ജുമുഅ ഏറ്റവും നല്ല ദിവസമാണെങ്കിൽ പോലും യാത്ര പോകരുത് എന്ന് പഠിപ്പിച്ചു പരിശുദ്ധമായ ഇസ്ലാം. ശരിക്കും മനസ്സിലാക്കണം. വെള്ളിയാഴ്ച ദിവസം എല്ലാ ആഴ്ചകളിലും നല്ല ദിവസമാണ്. പക്ഷെ ജുമുഅ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ അന്നത്തെ രാവിലത്തേതാകുന്ന യാത്ര പോകൽ നല്ലതല്ല. ജുമുഅ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ആ യാത്ര ഒഴിവാക്കണം. നോക്കൂ നിങ്ങൾ, ഇത്രയേറെ കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൽ. നല്ല ദിവസങ്ങളും നല്ല സമയങ്ങളും. ബൂരിക്കലി ഉമ്മത്തി ഫി ബുക്കുരിഹാ, ഒരു ഹദീസിൽ കാണാം, എന്റെ സമുദായത്തിന്റെ പ്രഭാതങ്ങളിൽ ബറക്കത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. നബിതങ്ങൾ ദുആയിൽ എന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുകൂരിഹാ, എന്റെ സമുദായത്തിന്റെ പ്രഭാതങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണേ എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പാടില്ല. സുബഹി കഴിഞ്ഞിട്ട് ഉദയത്തിന്റെ സമയം വരെ ദിക്റിലായി ഒരാൾ കഴിഞ്ഞുകൂടിയാൽ ഖൗമൻ സല്ലമു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തതുലു അശംസു തഅദിലു ഉംറതൻ താമ്മതൻ താമ്മതൻ താമ്മ, പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം അവൻ അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഒരാൾ സുബഹി നമസ്കരിച്ചിട്ട് ഉദയത്തിന്റെ സമയം വരെ ദിക്റിലായി അവനവന്റെ വീട്ടിൽ, സ്ത്രീകൾ അവരവരുടെ വീട്ടിൽ, പുരുഷന്മാർ പള്ളിയുടെ അകത്തളങ്ങളിൽ ജമാഅത്തായി നമസ്കരിച്ചിട്ട് നിസ്കാര മുസല്ലയിൽ ഉദയത്തിന്റെ സമയം വരെ ഇരുന്ന് ദിക്ർ ചൊല്ലിയാൽ തന്നെ പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം. അത് ആ സമയത്തിന്റെ പ്രത്യേകതയാണ്. വേറൊരു സമയത്തിനും അങ്ങനെയില്ല. ഇങ്ങനെ ഇസ്ലാമിൽ സമയങ്ങളെ കൃത്യമായി മാനിച്ചു നൽകിയിട്ടുണ്ട്. ആ സമയങ്ങളെയും സന്ദർഭങ്ങളെയും യാത്ര പുറപ്പെടുന്ന ദിവസങ്ങളെയും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ അതിൽ ഖൈറുണ്ട്. മറ്റൊരു ഹദീസിലുണ്ട്, മൻ അസ്ബഹ മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ആരെങ്കിലും സുബഹി നമസ്കാരം കറക്റ്റായി നിസ്കരിച്ചു പോന്നാൽ, അവൽ ജമാഅത്തായിട്ട് അവൽ വഖത്തിൽ നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹി, അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ് അവൻ. അവന്റെ എല്ലാ കാര്യങ്ങളും ആര് കറക്റ്റ് ചെയ്യും? അല്ലാഹു കറക്റ്റ് ചെയ്യും. ഒന്നും ടെൻഷൻ അടിക്കണ്ട. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ നമ്മൾ നോക്കണം. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും മന്നത്താ കാഹിനാ, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിക്കുകയും ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവൻ പറയുന്ന വാക്കുകളെ അതേപോലെ അക്ഷരം പ്രതി അനുസരിക്കുകയും അത് വാസ്തവമാണെന്ന് കണക്കാക്കിക്കൊണ്ട് നിലകൊള്ളുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടതായ പരിശുദ്ധമായ ഖുർആൻ കൊണ്ടവൻ പരിപൂർണമായി അവിശ്വസിച്ചവനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ജ്യോത്സ്യനെ സമീപിച്ചിട്ട് അയാള് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ ഇന്നുകൊണ്ട് ഈ ഉമ്മത്തിന് പർദ്ദ ധരിച്ചതാകുന്ന ഉമ്മമാര് ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നു. മൻ തകഹന അവിസ്തഖ്സമ, ആരെങ്കിലും ഒരാൾ ജ്യോത്സ്യനെ സമീപിച്ചാൽ, അല്ലെങ്കിൽ ഭാഗ്യപരീക്ഷണം നടത്താൻ ചില ആളുകളുണ്ടല്ലോ കണക്ക് നോക്കിയിട്ട് പറയുന്നവർ, അത്തരക്കാരുടെ അടുക്കൽ ആരെങ്കിലും പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലം തുഖ്ബൽ ലഹു സലാത്തുൻ 40 യൗമ,
40 ദിവസത്തേക്ക് അവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു മുളക്കാക്കുമാറാവട്ടെ. 40 ദിവസം പിന്നെ നിസ്കരിച്ചിട്ട് വരും കാര്യമില്ല. അള്ളാഹു താലാക്ക് വേണ്ട. ഫഖദ് അശ്റക, അവൻ അള്ളാഹുവിനോട് പങ്കു ചേർത്ത് ആരാധന നിർവഹിച്ചവനാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മൾ ഈമാൻ തെറ്റിപ്പോകാൻ പാടില്ല. വിശ്വാസികൾ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്. കാണുന്ന എല്ലാത്തിനും ദിവസങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനും പോകുന്നതിനും ഒക്കെ അങ്ങനെയുള്ളതാകുന്ന പരിപാടികൾ നടത്തി 24 മണിക്കൂറും അതിന്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾ വളരെയേറെ ഗൗരവത്തിൽ ചിന്തിക്കണം. ആദർശത്തിൽ നിങ്ങൾക്ക് എവിടെയോ വൈരുദ്ധ്യം വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് മനസ്സിലേക്ക് വരട്ടെ. ഒന്നാമതായി ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് അത്തസ്ദീഖു. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടക്കം ഇസ്ലാമിൽ ഈമാൻ കാര്യങ്ങൾ 6 എണ്ണമാണ്. അതിൽ പരിപൂർണമായി ഹൃദയം കൊണ്ട് രൂഢമൂലമായ വിശ്വാസം നമുക്കുണ്ടാവണം. അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും കിതാബുകളിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും അടക്കം അള്ളാഹുവിൽ നിന്നാണ് നന്മതിന്മകൾ അടക്കം ഉണ്ടാവുന്നത് എന്നുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മളിൽ രൂഢമൂലമാകണം. അങ്ങനെ ഉണ്ടെങ്കിലേ അവൻ ആരും ആകുകയുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിൽ അടിയുറച്ചവനാകുകയുള്ളൂ. അങ്ങനെ അടിയുറച്ച മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ടതാകുന്ന തൃപ്പരിച്ചി ഉസ്താദ് അടക്കമുള്ള മഹാന്മാർ. നിങ്ങൾ നോക്കി, ഈ സഫർ മാസത്തിൽ എത്രയോ മഹത്തുക്കളൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ പറയാൻ പറ്റുമോ? അവര് വളരെ മോശപ്പെട്ട മാസത്തിലാണ് മരിച്ചത്. അങ്ങനെ എണ്ണാനാണെങ്കിൽ എത്ര സാലികളുണ്ട് ഈ മാസത്തിൽ മരിച്ചത്? എത്ര പേരുടെ ആണ്ടാണ് ഈ മാസത്തിൽ നമ്മൾ കഴിച്ചു കൊടുത്തത്? അപ്പൊ അവരൊക്കെ മോശപ്പെട്ട ആളുകളാ? അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു മാസത്തെ മോശമായിട്ട് നിങ്ങൾ കണക്കാക്കരുതേ. ലാ സഫറ, സഫർ മാസത്തെ മോശമായി നിങ്ങൾ കണക്കാക്കരുതേ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആത്മീയമാകുന്ന അറിവ് ആവോളം നമുക്ക് നേടിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മേവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ജബൽ അബൂ ഖുബൈസ് മലയുടെ താഴ്വാരത്തേക്ക് നിന്നുകൊണ്ട് ആളുകളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. തന്റെ കുടുംബക്കാരെ വിളിക്കുകയാണ്. യാ ബനൂ ഫിഹ്ർ വയാ ബനൂ അദീ, അല്ലയോ ഫിഹ്ർ ഗോത്രമേ, അദീന്റെ മക്കളെ, എന്റെ അടുക്കലേക്കൊന്ന് കടന്നു വരണേ, അടുത്തു വരണേ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ജബൽ അബൂ ഖുബൈസ് മലയുടെ താഴ്വാരത്ത് നിന്ന് വിളിക്കുമ്പോ അതാ വിശ്വാസികളായ ആളുകൾ, പ്രവാചകന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർ നബിയുടെ അടുക്കലേക്ക് നീങ്ങി നിൽക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടായി ബുദ്ധിപരമായിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഈ നിൽക്കുന്ന മലയുടെ പിന്നിലൂടെ ഒരു വലിയ സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ അവിശ്വസിക്കുമോ? ആളുകൾ ഒന്നടങ്കം പറയുകയാണ്, വഖദ് ജറബ്നാക യാ മുഹമ്മദു, അല്ലയോ മുഹമ്മദേ, ഞങ്ങൾ നിന്നെ പരീക്ഷിച്ചതാണ്. നീ സത്യമല്ലാതെ മറ്റൊരു വാക്കും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. നീ യഥാർത്ഥ അൽ അമീനാണ്, സത്യസന്ധനാണ്. നീ പറഞ്ഞാൽ ഞങ്ങൾക്ക് സംശയമേ ഇല്ല. ഞങ്ങൾ പരിപൂർണമായി മുഹമ്മദേ നിന്നെ കൊണ്ട് വിശ്വസിക്കുമേ. നീ പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനില്ല. ഈ മലയുടെ പിന്നിലൂടെ ഒരു ശത്രുക്കൾ ഒരു വലിയ സൈന്യമായിട്ട് ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കും. നീ ഇന്ന് വരെ സത്യം മാത്രം പറഞ്ഞ അൽ അമീനാണ് ഞങ്ങൾക്കിടയിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്നാൽ ഞാൻ നിങ്ങൾക്കിതാ കത്തിച്ചൊരിക്കുന്നതായ നരകത്തെ തൊട്ട് മുന്നറിയിപ്പ് നൽകുന്നവനാണ്. ഈ ലോകത്തിന്റെ ഒരു തമ്പുരാനുണ്ട്, ഒരു ജഗന്നിയന്താവുണ്ട്, പരിപാലകനുണ്ട്, സർവേശ്വരനുണ്ട്, സർവാധിപതിയുണ്ട്, സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവുണ്ട്. അല്ലാഹുവാണ്. നിങ്ങളുടെ ഈ ആരാധനകൾ ഒഴിവാക്കി, ഈ വിഗ്രഹ ആരാധനകൾ പരിപൂർണമായി ഒഴിവാക്കി, ലാത്തയും ഉസ്സയും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ വരണേ, അല്ലാഹുവിനെ ആരാധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി.
ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകദൈവ വിശ്വാസത്തിലേക്ക് തന്നെ കുടുംബങ്ങളെ ക്ഷണിക്കുമ്പോൾ ദഅവത്തിന്റെ മേഖലയിൽ ആദ്യമായി കയ്പ് നീരിന് അനുഭവം ഉണ്ടാവുകയാണ്. അതാ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ആളുകൾ നോക്കുമ്പോൾ നബി തങ്ങളുടെ മൂത്താപ്പയാകുന്ന അബൂലഹബാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. വിളിച്ചു പറയുകയാണ്, തബ്ബല്ലക യാ മുഹമ്മദ്, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശമാണ്, നിനക്ക് നാശമുണ്ടാവട്ടെ. അലിഹാദാ ജമഅതന, ഈ ഒരു വർത്തമാനം പറയുവാനാണോ ഞങ്ങളുടെ ഈ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂടിയത്, ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് ഈ വർത്തമാനം പറയാനാണോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കുടുംബങ്ങളെ ക്ഷണിക്കുമ്പോ കുടുംബത്തിൽ നിന്ന് തന്നെ ആദ്യമായി കയ്പ് നീരിന് അനുഭവം വരുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ദുഃഖിതനായി നിൽക്കുകയാണ്. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറന്നിറങ്ങി പരിശുദ്ധ പ്രവാചകർക്ക് ആശ്വാസത്തിന് തെളിനീര് നൽകുകയാണ്. ലോക മുസ്ലിമീങ്ങൾ ഇന്നും പാരായണം ചെയ്യുന്ന, ഇന്നും മഗ്രിബ് നമസ്കരിക്കുമ്പോഴും സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോഴും വിശ്വാസികളുടെ അധരങ്ങളിൽ കൃത്യമായി അടയാളപ്പെടുത്തുന്ന സൂക്തമല്ലേ ആ സൂറത്തുൽ മസദ് അവതരിക്കുകയാണ്. തബ്ബത് യദാ അബീ ലഹബ് വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂലിന് അവതരിക്കുകയാണ്. റസൂലുള്ളാഹി പാരായണം ചെയ്യുകയാണ്. അബൂലഹബിന് നാശമുണ്ടാവട്ടെ. തബ്ബത് യദാ അബീ ലഹബ് വതബ്, അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. പരിശുദ്ധ പ്രവാചകർക്ക് എതിരിൽ ആദ്യമായി മോശപ്പെട്ട വർത്തമാനം പറഞ്ഞതാകുന്ന വ്യക്തിക്ക് അതിശക്തിയുക്തമാകുന്ന താക്കീദിന്റെ വചനവുമായി അല്ലാഹുവിന്റെ പരിശുദ്ധ കലാം അവതരിക്കുകയാണ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. വതബ്ബ, പരിപൂർണമായി നശിച്ചിരിക്കുന്നു. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. റസൂലുള്ളാഹിക്ക് എതിരെ വാക്കുകൾ ഉച്ചരിച്ചവനല്ലേ, ഇതൊരു സാദാ സീത മനുഷ്യനല്ല കേട്ടോ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകർക്ക് എതിരിൽ ആക്ഷേപം ചൊരിഞ്ഞിട്ടുള്ളതായ അബൂലഹബിനെ അതിശക്തിയുക്തമായി പരിശുദ്ധമായ ഖുർആനിന്റെ വചനം ഇറങ്ങുകയാണ്. തീർന്നില്ല. അല്ലാഹു ഒരു സൂക്തം തന്നെ അവന്റെ വിഷയത്തിൽ അവതരിപ്പിക്കുകയാണ്. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബ് അവന്റെ സന്താന പരമ്പരകളും ഒരുമിച്ച് കൂട്ടിയതാകുന്ന സർവ്വ സമ്പാദ്യവും ഒരിക്കലും അവന് ഉപകരിക്കില്ല കേട്ടോ. ഇതിലൂടെ നാശമാണ്. ആദരവായ പ്രവാചകർക്ക് എതിരിൽ ശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിച്ചവരല്ലേ, ദീനിനെതിരിൽ കൊഞ്ഞണം കുത്തിയവനല്ലേ, ആദ്യമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് തർക്കുത്തരം പറഞ്ഞതായ വ്യക്തിയല്ലേ. നാശമാണ്. സയസ്ലാ നാറൻ ذات لهب
കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തെ തൊട്ട് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി നിന്നതാകുന്ന മനുഷ്യനെതിരിൽ ശബ്ദിച്ചതാകുന്ന മനുഷ്യനെ കുറിച്ച് അല്ലാഹു ഇതാ ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നു. നരകത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോ പേടിയില്ലാതെ, നാണമില്ലാതെ, ഉളുപ്പില്ലാതെ ഉറക്കെ അള്ളാഹുവിനെതിരിൽ, ഖുർആനിനെതിരിൽ, പരിശുദ്ധ പ്രവാചകർക്കെതിരിൽ സംശയിച്ചവരല്ലേ, ആദ്യമായി സംസാരിച്ചവരല്ലേ, അവനെ അള്ളാഹു നരകത്തിലേക്ക് എറിയുമത്രേ. സയസ്ലാ നാറൻ ദാത ലഹബ്, ആളിക്കത്തുന്നതാകുന്ന നരകത്തിലേക്ക് അവൻ പിന്നീട് പ്രവേശിക്കുന്നതാണ്. അടുത്തിടെ തന്നെ അവൻ കടക്കുന്നതാണ്. തീർന്നില്ല. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, അവന്റെ പ്രിയപ്പെട്ട ഭാര്യയായ അബൂലഹബിന്റെ ഭാര്യ ഹമ്മാലത്ത് എന്ന് പറയുന്ന പെണ്ണ്, അഥവാ വിറക് ചുമന്നുകൊണ്ട് പ്രവാചകർ കടന്നു വരുന്നതായ വഴികളിൽ കള്ളിമുൾ ചെടികൾ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞ് നബിതങ്ങളെ പ്രയാസപ്പെടുത്തിയതായ മനുഷ്യനല്ലേ, അബൂലഹബിന്റെ ഭാര്യയല്ലേ, അവളും നരകത്തിൽ പ്രവേശിക്കുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, ഈന്തപ്പന നാരുകൾ കൊണ്ട് അതിലേക്ക് കമ്പികൾ വളച്ച് ചേർത്ത് വെച്ചുകൊണ്ട് നാളെ കഴുത്തിലേക്ക് ഒരു കുരുക്കിട്ട് അല്ലാഹു അവളെ വലിക്കുമേ. നരകത്തിൽ അവൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണതെന്ന് പരിശുദ്ധമായ ഖുർആൻ. ലോകത്താദ്യമായി അല്ലാഹുവിന്റെ റസൂല് ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ നിലകൊണ്ടപ്പോ അതിനെതിരിൽ ശബ്ദമുയർത്തിയവർക്ക് എതിരിൽ അല്ലാഹു ഖുർആനിൽ ഒരു സൂക്തം തന്നെ അവതരിപ്പിക്കുകയാണ്. സൂറത്തുൽ മസദ് പഠിച്ചു വെക്കണം നമ്മൾ. അപ്പൊ അബൂലഹബ് എന്ന് പറയുന്ന പ്രവാചകരുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തി തന്നെ നബിക്ക് എതിരിൽ ശബ്ദമുയർത്തിയപ്പോ, തങ്ങളുടെ ഇരു കരങ്ങളും നശിക്കട്ടെ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോ അവർക്ക് എതിരിൽ അല്ലാഹു ആയത്തിറക്കി, നിങ്ങളുടെ ഇരു കരങ്ങളും ഇതാ നശിക്കട്ടെ, നശിച്ചിരിക്കുന്നു. തബ്ബ, വാളിയായ ഫീലാണ്, നശിച്ചു, ഇതോടുകൂടി കഴിഞ്ഞു. ഈ ഒരൊറ്റ വാക്കോടുകൂടി നിങ്ങൾ ഇതാ തീരുകയാണ്. ഇത് ശരിക്കും പഠിക്കണം നമ്മൾ. ഇസ്ലാമിന് എതിരിൽ ആരെല്ലാം ഏതെല്ലാം കാലഘട്ടത്തിൽ അതിശക്തിയുക്തം എതിർപ്പുമായി വരുന്നുണ്ടോ അവർക്ക് എതിരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തിയുക്തം എതിർത്തിട്ടുണ്ട്. ഖുർആന്റെ വചനങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. അവർ തീർച്ചയായും പ്രതിസന്ധിയിലേക്കെത്തും, പ്രയാസത്തിലേക്കെത്തും എന്നുള്ള കാര്യം തീർച്ചയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നീട് തകർക്കാൻ വേണ്ടി പരിശ്രമിച്ചത് നബി തങ്ങൾ മജ്നൂനാണ്, ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നക മജ്നൂൻ, നീ ഒരു ഭ്രാന്തനാണല്ലോ എന്ന് പറഞ്ഞ് കുടുംബത്തിൽപ്പെട്ടവർ, നാട്ടുകാർ, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ പലരും ഇങ്ങനെ ഊരിയിടാൻ തുടങ്ങി. അപ്പോഴാണ് ഖുർആന്റെ ആയത്ത് സൂറത്തുൻ നൂൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നൂൻ والقلم وما يسطرون ما أنت بنعمة ربك بمجنون. ഓ നബിയേ, തങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഭ്രാന്തനല്ല, ഭ്രാന്തനല്ല. നബി തങ്ങൾ ആശ്വസിപ്പിക്കാൻ, വിധങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം നേരിടുന്നുവെന്ന് കാണുമ്പോൾ അപ്പോഴൊക്കെ അള്ളാഹു ഇടപെട്ടതായ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്, ധാരാളം ആയത്തുകളുണ്ട്. ഞാൻ വിശദീകരിക്കുന്നത്, ഇസ്ലാമിന് എതിരായി കൊണ്ട് പ്രവാചകർ ദീനി ദഅവത്തിന്റെ മേഖലയിൽ അടിയുറച്ചു നിന്നപ്പോ നബിതങ്ങൾക്ക് എതിരിൽ പല വാക്കുകൾ കൊണ്ട് നബിതങ്ങൾ ആക്ഷേപം ചൊരിഞ്ഞു. ഇന്നുകൊണ്ടത് ആലിമീങ്ങൾ ആക്ഷേപിക്കുന്ന ആളുകളുണ്ടല്ലോ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, അവരുടെ ശൈലിയാണത്. പലതും പറഞ്ഞു നോക്കുകയാണ്. സാഹിറാണെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാരണം ചെയ്യുന്നവനാണ്, കൂടോത്രം ചെയ്യുന്നവനാണെന്ന് പിന്നീട് അവർ വാദിച്ചു. നബിതങ്ങളെ കുറിച്ച് പല രീതിക്കുമുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാക്കി. നബിതങ്ങൾ അബുത്തറാണ് എന്ന് പറഞ്ഞു. വാലറ്റ് പോയവനാണ്, മക്കളില്ലാതെ പോയി, ആൺമക്കളിലൂടെയുള്ളതാകുന്ന പരമ്പരയില്ല. നബിതങ്ങളുടെ മക്കൾ ഖാസിമും അബ്ദുള്ള റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളൊക്കെ തന്നെ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ വാലറ്റ് പോയതാണ് എന്ന് പറഞ്ഞ് നബിതങ്ങൾ ആക്ഷേപിച്ചു. അപ്പോഴും അല്ലാഹു ആയത്തിറക്കി, ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, തങ്ങൾക്ക് എതിരിൽ വർത്തമാനം പറയുന്നവൻ അവനാണ് വാലറ്റ് പോയവൻ, സന്താന പരമ്പര നഷ്ടപ്പെട്ടു പോയവൻ അവനാണ്.
ഇങ്ങനെ തുടങ്ങി ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ വന്നിട്ടുള്ളതാകുന്ന മുഴുവൻ ആളുകൾക്കും വളരെ വ്യക്തമായി കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനികമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്.